സൽമാന്റെ ഉമ്മയുണ്ട് കേട്ടോ. എന്റെ ഉമ്മ സൽമാനെ പറ്റി നമുക്ക് പറയാനുള്ളത്. സൽമാനെ പറ്റിയിട്ട് എന്തെങ്ങനെ ആൾക്കാർ കൊണ്ടുപോയിട്ടും പരിചയപ്പെടുത്തി എല്ലാവരും കൊണ്ടുപോയിട്ട് പരിചയപ്പെടുത്തും നോക്കും ചെയ്തിട്ട് ഓനിങ്ങനെയായി. നമുക്ക് അഭിമാനം ഉണ്ടോ? അഭിമാനം ഉണ്ട് ഇപ്പോ. ആണോ? എന്ത് തോന്നുന്നു മോനിപ്പൊ ഇങ്ങനെ ഇത്രയും വലിയൊരു ഇതിലെത്തിയപ്പോ നമുക്ക് എന്ത് തോന്നുന്നു? ഇപ്പൊ സന്തോഷം തോന്നുന്നുണ്ട്. ഇതുവരെ ഒന്നും ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ സന്തോഷം തോന്നുന്നുണ്ട്. എങ്ങനെയാ സൽമാൻ വീട്ടില്? സൽമാൻ വീട്ടിൽ എല്ലാവരായിട്ടും നല്ലതാണ്. വേറെ വേറെ പരിചയ കുട്ടികളായിട്ടും പെണ്ണുങ്ങളായിട്ടും ഒക്കെ നല്ല ഡീസന്റില് പെരുമാറും. ആൾക്ക് ദേഷ്യമൊക്കെ വരുമോ? ഇടയ്ക്കൊരു ദിവസമൊക്കെ വരും. അപ്പൊ നമ്മളത് കണ്ടല്ല വീട്ടിലാന്ന് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ഏറ്റവും ഇഷ്ടം സൽമാൻ ആരാ? സൽമാനെ ഏറ്റവും ഇഷ്ടം ആരാ? ഉമ്മനാണോ? ഉമ്മേനെ ഇപ്പേനെ ഇഷ്ടാണല്ലേ? ഉമ്മ കരയാണോ? എന്തിനാ ഉമ്മ കരയുന്നത്? ഇത്രയൊക്കെ ലോകം മുഴുവൻ അറിയുന്ന ഒരു മോന്റെ ഉമ്മാവാൻ പറ്റില്ലേ? എന്തൊരു ഭാഗ്യല്ലേ ഉമ്മ അത്? ഇങ്ങനെ ഇത്രയും നല്ലൊരു മോനെ പഠിച്ചോ നന്ദിയിൽ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷിക്കാൻ വേണ്ടത് അല്ലേ? ആ സന്തോഷിച്ചാണ് ഇപ്പൊ എന്റെ ഉപ്പാക്ക് കാണാൻ പറ്റില്ല. അത്ര ബുദ്ധിമുട്ടുകളുള്ളൂ. ആണോ? ഇപ്പൊ വളരെ ബുദ്ധിമുട്ടിക്കണോനെ കൊണ്ട് ചെറുപ്പത്തിൽ നല്ല കൊണ്ടുപോകും വരാൻ പറ്റാഞ്ഞിട്ടൊക്കെ ചെറുപ്പത്തിൽ ഞാനിപ്പം തന്നെ ഓനെ നോക്കിക്കൊണ്ട് നിൽക്കണം. പിന്നെ കുറെയൊക്കെ അങ്ങനെ ആയപ്പോഴും എല്ലാരും കൊണ്ടുപോകും. ഇതൊക്കെ ചെയ്തപ്പോ ചെക്കന്മാര് കൊണക്കാരന്മാരും എല്ലാരും കൊണക്കാരന്മാരാ ഏട്ടന്മാരും അഞ്ചന്മാരും ഒക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മുടെ കല്യാണങ്ങൾക്കും അല്ലെങ്കിൽ കണ്ട നിന്നൊക്കെ കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുത്തിട്ടും ചെയ്തിട്ടും അങ്ങനെ പന്തളിക്കും ഒക്കെ കൊണ്ടുപോയിട്ട് ഇപ്പൊ അങ്ങോട്ട് ശരിയായി കിട്ടി. ഇപ്പോഴാണ് യോഗം വെച്ചിട്ടുള്ള കാരം പടച്ചപ്പോഴേ കാരം ശരിയാകാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളെ എടുത്തു പറയട്ടെ, ശരിക്കും സുഹൃത്തുക്കൾ നിങ്ങളാണ്. ശരിക്കും സുഹൃത്തുക്കൾ നിങ്ങളെയാണ് സുഹൃത്തുക്കൾ എന്ന് വിശേഷിപ്പിക്കേണ്ടത്. നിങ്ങൾക്ക് ആർക്കും കൂടുതലായിട്ട് സൽമാനെ പറ്റി അറിയാം. പറയൂ, എന്താണ് ശരിക്കും സൽമാന്റെ വിശേഷങ്ങളൊക്കെ? സൽമാന്റെ വിശേഷങ്ങൾ പറഞ്ഞാൽ സൽമാൻ ഇങ്ങനെ ഈ വൈകല്യമുള്ള കുട്ടികളെ പോലെ സാധാരണ വീട്ടിൽ ഒതുങ്ങിക്കൂടാതെ പുറം ലോകത്തേക്ക് എത്താൻ സൽമാന് കഴിഞ്ഞു. മറ്റുള്ളവരെ പോലെയല്ല. നമ്മളെ ഫാമിലിനെ സംബന്ധിച്ചോളം സൽമാനെ വീടിൻ്റെ ഉള്ളിൽ അടച്ചിടാൻ ശ്രമിച്ചിട്ടില്ല. എല്ലാവരും ഫുൾ ഫ്രീഡം കൊടുത്ത് പുറത്തേക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെയും കുടുംബക്കാരുടെ കൂടെയും അങ്ങനെ ഫുട്ബോൾ മൈതാനങ്ങളിലും എല്ലാവരും അങ്ങനെ പങ്കെടുപ്പിച്ചിട്ടും ഒക്കെ ആക്റ്റീവ് ആവാൻ തുടങ്ങി. ഒരു പാട്ട് പാടി തരുമോ ഞങ്ങൾക്ക്? നല്ല പാട്ടും ഡാൻസും കളിക്കുന്നത് ഞങ്ങൾക്ക് അറിയാം. സൽമാന് എന്താ കുറവാകുന്നത്? എന്താ നല്ല പാട്ടായിരുന്നല്ലോ. എന്ത് രസാ പാടുന്നതൊക്കെ. സൂപ്പർ ആയിട്ടോ. അത് മതിയോ? ചിരിക്കാണ് സൽമാൻ അല്ലേ? ആദ്യമായിട്ടാണോ സൽമാൻ ഗൾഫിലേക്ക് പോയി? അതിന് മുമ്പ് യുഎഇയില് ഒന്ന് പോയി. യുഎഇക്ക് ഒരു 20 ദിവസത്തെ ഇതുണ്ടായിരുന്നു ഇങ്ങനെ ഇനാഗുറേഷന് വേണ്ടിയിട്ട്. അപ്പൊ സൽമാൻ മൊത്തം 300-350ഓളം പ്രോഗ്രാം ഏറ്റെടുത്ത് കഴിഞ്ഞു. ഒക്കെ ഇനാഗുറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇന്നതൊന്നുമില്ല, എല്ലാ പ്രോഗ്രാമും ടർഫ്, ടെക്സൈസ്, സ്പോർട്സ് എന്നൊന്നുമില്ല, സൽമാന് സന്തോഷാണോ ഇങ്ങനെ ആളുകൾ വരുമ്പോ? നല്ല സന്തോഷാണ്.